ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും താലി കെട്ടിയ ഉടനെ തന്നെ മേഘ പോയിട്ട് ആ താലി പിടിച്ച് പൊട്ടിക്കുകയാണ്. ശരിക്കും ചന്ദ്രിക വല്ലാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ വനിതാ കമ്മീഷൻ ഓഫീസർ പറയുന്നുണ്ട്, മേഘയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധാർത്ഥ് അല്ലെങ്കിൽ അത് തെളിയിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കല്യാണം നടത്താം. അതിനു മുമ്പ് ഇനി നിങ്ങൾ വീണ്ടും കല്യാണത്തിന് തയ്യാറെടുക്കാൻ പാടില്ല. അതേസമയം മുത്തശ്ശനാണെങ്കിൽ അത് കേട്ടപ്പോൾ ഒരു ഷോക്കായിട്ട് ചെറിയൊരു നെഞ്ചുവേദന വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ട് മുത്തശ്ശ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ മരതക മുത്തശ്ശിയും അതുപോലെ തന്നെ മനോഹരനും മേഘയെ ഇങ്ങനെ കാത്തു നിന്നിട്ട് ടെൻഷൻ അടിക്കുകയാണ്. അയ്യോ, ഈ മേഘ ശരവണനെയും കൂട്ടിക്കൊണ്ടു പോയി എന്തൊക്കെ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയെന്ന് ഒരെത്തും പിടിയും ഇല്ലല്ലോ. അവരാകെ വെപ്രാളത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഡാ, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടന്നു എന്ന് ആലോചിച്ചിട്ട് എനിക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നടാ. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി മേഘ നമ്മളോട് കല്യാണത്തിന് പോകരുതെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളത്. ഇല്ലെങ്കിൽ അവിടെ എന്താ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഡാ മനോഹര, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടന്നിട്ടുണ്ടാവുമോടാ. ചേച്ചി, മേഘ വനിതാ കമ്മീഷൻ ആൾക്കാരെയും പേപ്പറുകാരെയും മീഡിയാസിനെയും ഒക്കെ കൂട്ടിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടന്നു കാണുമെന്ന്. മനോഹരൻ പറഞ്ഞത് കേട്ടതും മുത്തശ്ശി ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ, പാവമുണ്ടടാ സിദ്ധു. തീർച്ചയായിട്ടും മേഘയുടെ അടുത്ത് സിദ്ധുവാണ് അങ്ങനെ പെരുമാറിയത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ മേഘ ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. അവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടാവുകയെന്ന് ദൈവത്തിന് മാത്രമേ ചേച്ചി അറിയുള്ളൂ. അതേസമയം മുത്തശ്ശൻ കുഴഞ്ഞു വീണെടുത്തേക്ക് സിദ്ധു വേഗം ഓടിച്ചെന്ന് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആകാശിനെ പറഞ്ഞു വിടുന്നുണ്ട്. ആകാശ്, പെട്ടെന്ന് വെള്ളം കൊണ്ടുപോവാ. അദ്ദേഹത്തിന് നെഞ്ചുവേദന കലശലായിക്കൊണ്ടിരിക്കുകയാണെന്ന് സിദ്ധുവിന് ഭയം തോന്നുന്നുണ്ടായിരുന്നു. ആകാശ് വേഗം വെള്ളം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ അത് കുടിപ്പിച്ചു കൊടുക്കുവാണ്. എല്ലാവരും അത് നോക്കി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. മേഘയും മേഘയുടെ അച്ഛനും അതുപോലെ തന്നെ മീഡിയാസും വനിതാ കമ്മീഷൻ അംഗങ്ങളും ഒക്കെ. ചന്ദ്രികയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവളുടെ കല്യാണം അങ്ങനെ ആയല്ലോ എന്ന് ഓർത്തിട്ട്. ആ സമയത്ത് ലക്ഷ്മിയും അതുപോലെ തന്നെ ജാനകിയൊക്കെ വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനീഷ ആണെങ്കിൽ എത്തിയിട്ടും എത്തുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ പറ്റിയത്? എൻ്റെ പേരക്കുട്ടികളുടെ കല്യാണം നടന്നു കാണണമെന്ന് ഞാൻ വല്ലാത്ത ആഗ്രഹത്തോടെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാം നീ മുടക്കിയല്ലോ. മേഘയെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മേഘ തിരിച്ചു പറയാണ്, നിങ്ങളുടെ പേരമകൻ തന്നെയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. ഇത്രയും കാലം ഞാനും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ജീവിച്ചു വളർന്നത്. എൻ്റെ ഭാഗത്ത് നിന്നുകൂടി കുറച്ചൊന്ന് ആലോചിച്ചിട്ട് സംസാരിക്കൂ. എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങളുടെ കൊച്ചുമകളുടെ ജീവിതം മാത്രം നന്നാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളൊക്കെ ഒരു വലിയ മനുഷ്യൻ തന്നെയാണോ? മേഘ ചോദിച്ചത് കേട്ടതും എല്ലാവരും ഞെട്ടിയിട്ട് മേഘയെ നോക്കുവാണ്. കാരണം മുത്തശ്ശൻ്റെ അടുത്ത് അങ്ങനെ മറുത്ത് സംസാരിക്കുന്നത് മേഘ മാത്രമാണ്. അത് കേട്ടിട്ട് ചന്ദ്രയ്ക്കൊക്കെ ആകെ സങ്കടമാവുന്നുണ്ട്. അതേസമയം സിദ്ധാർത്ഥ് മേഘയെ വാൺ ചെയ്യുന്നുണ്ട്, മതി നിർത്തുന്ന്. അപ്പോൾ മുത്തശ്ശനും പറയാണ്, ഇനി ഒരു കാര്യം കൂടി നീ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല നടക്കുക. സിദ്ധാർത്ഥിനും മുത്തശ്ശനൊക്കെ മേഘയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് വനിതാ കമ്മീഷൻ ആൾ പറയുന്നുണ്ട്, സർ, നിങ്ങൾ വയസ്സിന് വലിയ മൂത്ത ആളല്ലേ. അങ്ങനെയുള്ള നിങ്ങൾ പോലും ഈ കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത നാണക്കേട് തോന്നുന്നു സർ. മേഘയുടെ പ്രശ്നം നാളെ കോർട്ടിൽ വരാൻ വേണ്ടി പോവുകയാണ്. അതിനു മുൻപ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടത്താൻ പോകുന്നത്? മേഘയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധാർത്ഥ് അല്ലെന്ന് തെളിവോടുകൂടി കോടതിയിൽ അറിയിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടത്തിയാൽ പോരെ? അത് കേട്ടിട്ട് ചന്ദ്രികയും സിദ്ധാർത്ഥും ഇങ്ങനെ പരസ്പരം ടെൻഷനായിട്ട് നോക്കുവാണ്. അതിനു മുമ്പ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ധൃതി പിടിച്ച് കല്യാണം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ എന്തോ ഒരു തെറ്റുള്ളത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ മീഡിയയുടെ ഭാഗത്ത് നിന്ന പെൺകുട്ടിയും പറയുന്നുണ്ട്, എല്ലാം ഇതുകൊണ്ടുകൂടി അവസാനിപ്പിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് തന്നെയാണ് സമൂഹത്തിൽ നാണക്കേട് ഉണ്ടാവാൻ പോകുന്നത്. ജാനകിയും ചന്ദ്രികയൊക്കെ പൊട്ടിക്കരയാണ്. ചന്ദ്രികയ്ക്ക് അവളുടെ ആ ഒരു ദുരവസ്ഥ ഓർത്തിട്ടുള്ള സങ്കടം സഹിക്കാനാവുന്നില്ല. അത്രയധികം അവൾ കല്യാണം ഇപ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ച് നടത്തണ്ട എന്ന് പറഞ്ഞതുമാണ്. അപ്പോൾ മഹേന്ദ്രൻ ദേഷ്യത്തോടെ മീഡിയാസിനോടും വനിതാ കമ്മീഷൻ ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇപ്പോൾ സന്തോഷമായി കാണുമല്ലോ അല്ലേ? എന്നിട്ട് മേഘയോടായിട്ട് പറയുന്നതാണ്, എല്ലാം അവസാനിപ്പിച്ചില്ലേ, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. സിദ്ധാർത്ഥിനും നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇനി കോടതിയിൽ കണ്ടോളാം, എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, പോവാനാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് മേഘയെ നോക്കുവാണ്. ആ സമയത്ത് മേഘ അവളുടെ കയ്യിലുണ്ടായിരുന്ന താലിമാല ഒന്നുകൂടി ഉയർത്തി കാണിച്ചിട്ട് ചന്ദ്രികയെ നോക്കുവാണ് വെല്ലുവിളിയോടുകൂടി. കാരണം ഇത് ചന്ദ്രികയുടെ കഴുത്തിൽ കെട്ടാൻ അവൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾ തിരിച്ച് പെരുമാറുകയും ചെയ്തു.
ആ താലിമാല ചന്ദ്രികയ്ക്ക് ഒന്നുകൂടി കാണാൻ കൊടുത്തിട്ട് മേഘ പുച്ഛത്തോടെ നിൽക്കുകയാണ്. കാരണം അത് അവൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊരു ഭാവത്തിൽ. എന്നിട്ട് അതുമായിട്ട് എല്ലാവരും ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിൽ മേഘ അവിടെ നിന്ന് പോവുകയാണ്. ബാക്കിയുള്ള എല്ലാവരും സങ്കടത്തോടു കൂടി പൊട്ടിക്കരയാണ്. കാരണം അത്രയും സന്തോഷത്തോടെ ഉണ്ടായിരുന്ന ആ ഒരു മുഹൂർത്തം മേഘയും അവളുടെ ആളുകളും വന്നിട്ട് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, എടാ മനോഹര, നമുക്ക് മേഘ അറിയാതെ ഒന്ന് ക്ഷേത്രം വരെ പോയിട്ട് വന്ന് നോക്കിയാലോ, എന്താ സംഭവിച്ചതെന്ന് അറിയാലോ. വാ ചേച്ചി, എന്നാൽ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മനോഹരനും ചാടി എഴുന്നേൽക്കുകയാണ്. അപ്പോഴേക്കും അവരെ രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ട് മേഘ ഒരു ഗർവോട് കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. മേഘ കയ്യിൽ ആ ഒരു താലിമാല എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുത്തശ്ശിയുടെ ചെവിയുടെ അടുത്തായിട്ട് പോയിട്ട് മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി ഇതെന്താ മേഘ തനിച്ച് വരുന്നത്? അറിയില്ലടാ. എന്നിട്ട് മേഘ അടുത്ത് വന്നപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത് മേഘ? മേഘ, ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും വിവാഹം നടന്നോ അതോ നീ അത് തടഞ്ഞോ? മേഘ നിന്നോടാ ചോദിക്കുന്നത്, പറ, എന്താ ക്ഷേത്രത്തിൽ നടന്നത്? അവർ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ മേഘ അവളുടെ കയ്യിലുണ്ടായിരുന്ന താലിമാല കൈക്കുള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കെടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ മുത്തശ്ശി മനോഹരൻ ഒരുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്താടി ഇത്? അവർ അതിശയത്തോടെ ചോദിക്കുകയാണ്. ഇത് സിദ്ധു ചന്ദ്രികയുടെ കഴുത്തിൽ കെട്ടിയ താലി. ഇത് ചന്ദ്രികയുടെ കഴുത്തിൽ അവൻ കെട്ടിയതിൻ്റെ അടുത്ത സെക്കൻഡിൽ തന്നെ ഞാനിത് പറിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. അത് കേട്ടതും മുത്തശ്ശി ഇങ്ങനെ വാ പൊത്തി നിൽക്കുകയാണ്. ചേച്ചി, ഈ മേഘ എന്തൊക്കെയായി പറയുന്നത്? എടി ദുഷ്ടേ, നീ എന്തൊക്കെയാണ് ചെയ്തത്? മുത്തശ്ശി മേഘയെ ഇങ്ങനെ ശപിക്കും പോലെ ചോദിക്കുകയാണ്. അതെ, ചന്ദ്രികയുടെ കഴുത്തിൽ സിദ്ധു കെട്ടിയ താലി തന്നെയാണിത്. എടി, അവിടെ അത്രയും ആൾക്കാരുള്ളപ്പോൾ നീ എങ്ങനെയാണ് ചന്ദ്രികയുടെ കഴുത്തിൽ സിദ്ധു ഈ താലി കെട്ടി ഉടനെ തന്നെ ഇത് പറിച്ചുകൊണ്ട് വന്നത്? ഞാൻ കൂട്ടിക്കൊണ്ടു പോയ ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ്. ഈ താലി ഇനി ചന്ദ്രികയുടെ കഴുത്തിലേക്ക് കയറില്ല. ഇത് ഇനി മുതൽ ഈ വീട്ടിലാണ് ഉണ്ടാവുക. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധു അല്ലെന്ന് അവൻ തെളിയിച്ചതിന് ശേഷം മാത്രം ഈ താലി അവൻ ചന്ദ്രികയുടെ കഴുത്തിൽ കെട്ടിയാൽ മതി. മേഘ പറയുന്നത് കേട്ട് അവർ രണ്ടുപേരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനി ചാൻസേ ഉണ്ടാവില്ല. മേഘ ഉറപ്പിച്ച് പറയാണ്. ജീവിതകാലം മുഴുവൻ ഇനി ചന്ദ്രിക ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. സിദ്ധാർത്ഥാണെങ്കിൽ നാണക്കേട് കൊണ്ട് അപമാനഭാരത്തോടെയാണ് ജീവിക്കുക. മേഘയുടെ അഹങ്കാരം കണ്ടപ്പോൾ മുത്തശ്ശിക്ക് മനോഹരനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന താലി കൊണ്ടുപോയിട്ട് മേഘ ദൈവത്തിന് മുന്നിലായിട്ട് വെക്കുകയാണ്. എന്നിട്ട് അവരോട് രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ മനസ്സിലായില്ലേ ദൈവം ആർക്കൊപ്പം ഉള്ളതെന്ന്? അവൾ അവിടുന്ന് പോയ സമയത്ത് മുത്തശ്ശി മനോഹരനോട് പറയാണ്, എന്താടാ ഇവൾ ഇങ്ങനെ? ചന്ദ്രികയുടെ കഴുത്തിൽ സിദ്ധാർത്ഥ് കെട്ടിയ താലി പറിച്ചെടുത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ എന്തിനാ ഇവൾ വെക്കുന്നത്? ഇത് വലിയ തെറ്റാണിടാ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ മുത്തശ്ശി അങ്ങനെ പറയുമ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മേഘ പറഞ്ഞത് കേട്ടില്ലേ ചേച്ചി, ദൈവം അവൾക്കൊപ്പാണെന്ന്. ദൈവം ഒരിക്കലും അവൾക്കൊപ്പമല്ല മനോഹര, അവളുടെ കൂടെ ഉള്ളത് ശൈത്താനാണ്. ദൈവം ഒരിക്കലും ഇങ്ങനെ ചെയ്യാനുള്ള മനസ്സ് അവൾക്ക് കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ മേഘയ്ക്കുള്ള ശിക്ഷയും ദൈവം തന്നെ വിധിക്കും. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുന്നവരെത്തും പിടിയില്ലല്ലോ. ഈ ദൈവം തന്നെ വേണം ഇവളുടെ ഗർഭത്തിന് ആരാണ് ഉത്തരവാദിയെന്ന് എല്ലാവർക്കും തെളിയിച്ചു കൊടുക്കാൻ. മുത്തശ്ശിക്ക് അവരുടെ ടെൻഷൻ തീരുന്നുണ്ടായിരുന്നില്ല. അവർ മനോഹരനെ തള്ളി മാറ്റിയിട്ട് അവിടെ കിടക്കയിലിരിക്കുകയാണ്. അപ്പോൾ മനോഹരൻ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്, ഇവർ പറയുന്നത് കേൾക്കണോ അതോ മേഘ പറയുന്നത് കേൾക്കണോ ഒന്നും മനസ്സിലാവുന്നില്ല. അതേസമയം കല്യാണ മണ്ഡപം അങ്ങനെ സ്റ്റെക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം അവരെല്ലാവരും തരിച്ചു നിൽക്കുന്നിടത്തും കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തുമാണ് ഉള്ളത്. ആ സമയത്ത് ചന്ദ്രികയെ നോക്കിക്കൊണ്ട് മുത്തശ്ശൻ സങ്കടത്തോടെ പറയുകയാണ്, മണവാട്ടിയായിട്ട് നിൽക്കേണ്ട നിന്നെ ഇങ്ങനെ അലങ്കോലമാക്കിയല്ലോ മേഘ. കല്യാണ മണ്ഡപം വരെ എത്തി താലി കെട്ടിയ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ നിന്ന് താലി പറഞ്ഞു പോവുകയാണെങ്കിൽ ജീവിതാവസാനം വരെ അവൾക്ക് താലി ഉണ്ടാവില്ലെന്നാണ് പഴമക്കാർ പറയാറ്. അതുകൂടി കേട്ടപ്പോൾ ചന്ദ്രിക പൊട്ടിക്കരയാണ്. അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ കൊച്ചുമകൾക്ക് വരാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന്. അതിനുശേഷം അദ്ദേഹം തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു ചെയിന് അഴിച്ചെടുക്കുകയാണ്. എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കി അത് സിദ്ധുവിനോട് പറയുന്നുണ്ട്, സിദ്ധു, ഇത് വെറും ഒരു ചെയിനല്ല, എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടന്നിട്ടുണ്ടായിരുന്ന താലിച്ചരടാണ്. ഇത് അവളുടെ മരണശേഷം അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കഴുത്തിൽ അണിഞ്ഞതാണ്. സിദ്ധു, ഇത് നീ ചന്ദ്രികയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കണം. അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറയുകയാണ്. അതുപോലെ തന്നെ സിദ്ധാർത്ഥിൻ്റെയും. മണ്ഡപം വരെ എത്തിയിട്ട് ഒരു പെണ്ണ് ഒരിക്കലും വെറും കഴുത്തായിട്ട് അവിടെ നിന്ന് പോവാൻ പാടില്ല. ഒരു ഭയവും വേണ്ട. ഇത് നിന്റെ മുത്തശ്ശിയുടെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്ന താലിയാണ്. അതുകൊണ്ട് താലിയുടെ എല്ലാ മഹാത്മ്യവും ഇതിനുണ്ട്. എല്ലാവരിലും ഒരു സന്തോഷ കണ്ണീരുണ്ടായിരുന്നു. ആ താലിമാല വാങ്ങിയിട്ട് സിദ്ധാർത്ഥ് സങ്കടത്തോടെ തലതാഴ്ത്തിയിട്ട് നിൽക്കുകയാണ്. ചന്ദ്രികയും കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ചന്ദ്രിക, സിദ്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഒരു ദിവസം മേഘയുടെ ഗർഭത്തിന് ഇവനല്ല കാരണമെന്ന് എല്ലാവരും അറിയും. അതിനുശേഷം നിന്റെ ആഗ്രഹം പോലെ ഈ നാട് മുഴുവൻ വിളിച്ചിട്ട് സിദ്ധാർത്ഥ് നിന്റെ കഴുത്തിൽ ഒന്നുകൂടി താലി കെട്ടും. ഇപ്പോൾ ഈ ചെയിന് എനിക്ക് വേണ്ടിയിട്ട് നീ വാങ്ങിക്കണം മോളെ. അത് കേട്ടപ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറയാണ്. മുത്തശ്ശ,
മടിച്ചു നിൽക്കുന്ന സിദ്ധുവിനോടായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മോനെ സിദ്ധു, മടിച്ചു നിൽക്കാതെ ചന്ദ്രികയുടെ കഴുത്തിൽ ആ താലിമാല കെട്ടുമോനെ. സിദ്ധു ആ ഒരു താലിയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രനും പറയുന്നുണ്ട്, സിദ്ധു, മുത്തശ്ശൻ തന്ന ആ ചെയിന് ചന്ദ്രികയുടെ കഴുത്തിൽ നീ ആദ്യം അണിയാൻ നോക്ക്. ചന്ദ്രികയും സിദ്ധുവും സങ്കടത്തോടു കൂടി മഹേന്ദ്രനെ നോക്കുകയാണ്. അപ്പോൾ ജാനകിയും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്, സിദ്ധു, ആ ചെയിന് വേഗം തന്നെ നീ ചന്ദ്രികയുടെ കഴുത്തിൽ അണിയും മോനെ. എല്ലാവരും നിർബന്ധിച്ച സമയത്ത് സിദ്ധാർത്ഥ് ആ ഒരു ചെയിൻ ചന്ദ്രികയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുവാണ്. ചന്ദ്രികയും കരഞ്ഞുകൊണ്ടാണ് അത് സ്വീകരിക്കുന്നത്. മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരും ബാക്കി കയ്യിലുണ്ടായിരുന്ന പൂവുകൾ അവർക്ക് നേരെ ആശീർവാദത്തോടെ വീശുകയാണ്. രണ്ടുപേരും സങ്കടത്തോടു കൂടിയാണ് താലി കെട്ടുന്ന ആ ഒരു ചടങ്ങിലുണ്ടായിരുന്നത്. അതിനുശേഷം രണ്ടുപേരും മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, മുത്തശ്ശ, ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീഴുന്ന സമയത്ത് അവരെ രണ്ടുപേരെ അദ്ദേഹം അനുഗ്രഹിക്കുകയാണ്. നന്നായി വരും, നന്നായി വരും. ഈ മുത്തശ്ശൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. കരഞ്ഞുകൊണ്ടാണ് സിദ്ധാർത്ഥ് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നത്. അതിനുശേഷം മഹേന്ദ്രനോടും ലക്ഷ്മിയോടും അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞപ്പോൾ രണ്ടുപേരടുത്തും അനുഗ്രഹം വാങ്ങിക്കാൻ പോവാണ്. പക്ഷെ അപ്പോഴൊക്കെ ചന്ദ്രിക കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ലക്ഷ്മി അവളെ അനുഗ്രഹിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഒരിക്കലും കണ്ണ് കലങ്ങിയിട്ട് നിൽക്കാൻ പാടില്ല. എല്ലാം നീ ആഗ്രഹിച്ചതുപോലെ നല്ല രീതിക്ക് തന്നെ വരും. ആ സമയത്ത് മനീഷ് സഞ്ചരിച്ച ഓട്ടോ ക്ഷേത്രത്തിന് പുറത്ത് വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. മനീഷ് ഓട്ടോയിൽ നിന്നിറങ്ങി മെല്ലെ മുടന്തി അകത്തേക്ക് ഓടുവാണ്. ആ സമയത്ത് മുത്തശ്ശൻ ജാനകിയോടും വാസുവിനോടും അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി സിദ്ധുവിനോട് പറയുകയാണ്. ജാനകിയും വാസുവും രണ്ടുപേരെയും അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും വീണ്ടും മണ്ഡപത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. മനീഷ് ക്ഷേത്രത്തിനകത്തേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച സിദ്ധാർത്ഥിനെയും ചന്ദ്രികയും വധുവിൻ്റെയും വരൻ്റെയും വേഷത്തിലാണ്. രണ്ടുപേരും മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് കണ്ണ് കലങ്ങിയിട്ടുള്ളത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരു കാരണവശാലും രണ്ടുപേരും വിഷമിക്കണ്ട. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഞാൻ നടത്തും. രണ്ടുപേരും കരഞ്ഞുകൊണ്ട് പരസ്പരം നോക്കുന്ന കണ്ടപ്പോൾ മനീഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അയ്യോ, മേഘയുടെ ഗർഭത്തിന് ഞാനാണ് കാരണക്കാരനെന്ന് അറിയാതെ മേഘ ഇവരുടെ കല്യാണം മുടക്കിയെന്നാണ് തോന്നുന്നത്. ഇപ്പം തന്നെ പോയി സത്യങ്ങളൊക്കെ ഇവരോട് തുറന്നു പറഞ്ഞ് സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം ഞാൻ നടത്തി കൊടുക്കണം. മനീഷ് അകത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് തൊട്ട് പിന്നിലായിട്ട് മഹേഷ് വന്ന് നിൽക്കുന്നത്. മനീഷ് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന ആ ഒരു ചെറിയ സെക്കൻഡ് കൊണ്ട് തന്നെ മഹേഷ് അവൻ്റെ മൂക്കിന് നേരെ ക്ലോറോഫോം മണപ്പിക്കുകയാണ്. പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ തന്നെ മനീഷ് ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ ആരും കാണാതെ മഹേഷ് വേഗം തന്നെ പൊക്കിയെടുത്ത് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ഓട്ടോയിൽ ബാക്കിൽ ഇരുത്തുകയാണ്. എന്നിട്ട് ചുറ്റിലും നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യും കാലൊക്കെ വീണ്ടും പഴയതുപോലെ കെട്ടിയിടുകയാണ്. പിന്നീട് ഓട്ടോയുടെ രണ്ട് സൈഡും ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്ന തുണിയടിച്ചിട്ട് വിരിച്ചിട്ട് അത് മറച്ചു വെക്കുകയാണ്, മനീഷ് അതിനകത്തുള്ളത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്ന് ആ ഒരു ഓട്ടോ എടുത്തിട്ട് പോവുകയാണ്. ചന്ദ്രിക വീട്ടിലെത്തിയിട്ടും അവളുടെ സങ്കടം തീരുന്നുണ്ടായിരുന്നില്ല. അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണ വേഷത്തിൽ നിൽക്കുന്ന സമയത്ത് അവൾ മലറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിദ്ധുവിനെ അച്ഛാന്നാണോ വിളിക്കാൻ വേണ്ടി പോകുന്നത്, അതോ ഡാന്ന് വിളിക്കുകയാണോ ചെയ്യുന്നത്, അതോ സിദ്ധു എന്ന് തന്നെയാണോ വിളിക്കുക? അപ്പോൾ മലര് പറയാണ്, സിദ്ധുവിനെ എന്ത് വിളിച്ചാലാ തിരിഞ്ഞു നോക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അച്ഛാന്ന് വിളിച്ചാലാണ് സിദ്ധു തിരിഞ്ഞു നോക്കുക എന്ന് പറയുന്ന സമയത്ത് അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം മലര് പൂർണ്ണമായിട്ടും സിദ്ധാർത്ഥിനെ അച്ഛനായിട്ട് അംഗീകരിച്ചു എന്ന് ഓർത്തിട്ട്. അതൊക്കെ ഓർത്ത് അവളുടെ കണ്ണ് നിറയാണ്. അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് കല്യാണം നടത്തി ആ ഒരു താലി കെട്ടിയ ചടങ്ങിൻ്റെ സമയത്താണ് മേഘ കൃത്യമായിട്ട് വന്നിട്ട് നിർത്തിപ്പിച്ചത്. സിദ്ധു കെട്ടിയ താലി മേഘ വന്ന് അഴിച്ചു കൊണ്ടുപോയിട്ടും ഉണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് ചന്ദ്രികയുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മേഘ പറഞ്ഞ ഓരോരോ വാക്കുകളും ചന്ദ്രിക വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു താലി പൊട്ടിച്ചെടുത്തതിന് ശേഷം മേഘ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങളുടെ കൊച്ചുമകൾക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എത്ര വലിയ തെറ്റാണ്. നിങ്ങളൊക്കെ ഒരു വലിയ മനുഷ്യനാണോ? ചന്ദ്രിക ഇരുന്ന് കരഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് ചിന്തിക്കുന്നത്. ആ സമയത്താണ് മലർ അങ്ങോട്ടേക്ക് വരുന്നത്. മലറിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ചന്ദ്രിക ചാടി എഴുന്നേറ്റ് കണ്ണീരൊക്കെ തുടക്കുകയാണ്. അപ്പോൾ മലർ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ കരയുന്നേ? ഒന്നുമില്ലടാ, കല്യാണം മുടങ്ങിയത് ആലോചിച്ചിട്ടാണോ അമ്മ കരയുന്നത്? കരയല്ല അമ്മ എന്ന് പറഞ്ഞിട്ട് മലർ ചന്ദ്രികയുടെ കണ്ണ് തുടച്ചു കൊടുക്കുകയാണ്. എന്താ അമ്മ, മേഘ ആൻറ്റി അമ്മയുടെ കല്യാണം എന്തിനാ മുടക്കിയത്? പറയമ്മ. ചന്ദ്രിക മലറിനെ നോക്കുവാണ്. അമ്മ, എന്തിനാ അമ്മ മേഘ ആൻറ്റി അമ്മയുടെ കല്യാണം മുടക്കിയത്? അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും മോൾക്കായിട്ടില്ല മോളെ. ചന്ദ്രിക തിരിച്ച് കുഞ്ഞിനോട് പറയുകയാണ്. അമ്മ ഇവിടെ ഇരുന്ന് കരയാണ്, സിദ്ധുവിൻ്റെ മുറിയിൽ ഇരുന്നിട്ടും കരയാണ്. അത് കേട്ടപ്പോൾ ചന്ദ്രിക വിഷമത്തോടെ കുട്ടിയെ നോക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കരയുന്നത് എനിക്ക് വല്ലാത്ത സങ്കടമാവുകയാണ് അമ്മ. സിദ്ധു സാറ് കരയുകയാണോ? അതെ അമ്മ. ശരി, എൻ്റെ മോള് പോയിട്ട് സിദ്ധു സാറിനോട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കരച്ചിൽ മാറ്റാമോ? അമ്മ പാലെടുത്തിട്ട് വരാം. അമ്മ ഞാനിന്ന് സിദ്ധുവിൻ്റെ കൂടെ തന്നെ ഉറങ്ങട്ടെ അമ്മ? ആ, എൻ്റെ മോള് സിദ്ധു സാറിൻ്റെ കൂടെ തന്നെ കിടന്നോ? അമ്മയും കൂടെ എൻ്റെ കൂടെ വന്നിട്ട് സിദ്ധുവിടെ മുറിയിൽ തന്നെ ഉറങ്ങാം നമുക്ക് രണ്ടുപേർക്കും. അത് കേട്ടപ്പോൾ ചന്ദ്രിക കണ്ണു തുടച്ചുകൊണ്ട് പറയാണ്, ഇല്ലടാ, അമ്മയ്ക്ക് അവിടെ വന്ന് കിടക്കാൻ പറ്റില്ല. അതെന്താ അമ്മ? അതങ്ങനെയാ മോളെ. മോള് സിദ്ധു സാറിൻ്റെ റൂമിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കിടന്നോ?
അമ്മ നിനക്ക് പാല് കാച്ചിയെടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുവരാം. ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് മലര് സിദ്ധുവിൻ്റെ മുറിയിലേക്ക് പോവാണ്. ചന്ദ്രിക മലറിനുള്ള പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്കും. മലര് വേഗം പോകുന്നത് സിദ്ധുവിൻ്റെ മുറിയിലാണ്. സിദ്ധു ആണെങ്കിൽ അവൻ്റെ മുറിയിൽ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ മലര് ചെന്നതൊന്നും സിദ്ധു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മലരാണെങ്കിൽ ചെന്നപ്പോൾ തന്നെ വിളിക്കുന്നത് അച്ഛാ എന്നാണ്. പെട്ടെന്ന് സിദ്ധു അവളെ കണ്ടിട്ട് കണ്ണൊക്കെ തുടക്കുകയാണ്. ഏയ് മലർക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട്. എന്തിനാ അച്ഛാ സങ്കടപ്പെട്ടിരിക്കുന്നത്? അവൻ കണ്ണു തുടച്ചുകൊണ്ട് ചിരി വരുത്തിയിട്ട് പറയാണ്, ഏയ് ഒന്നുമില്ലടാ, ഇനി മുതൽ ഞാൻ സങ്കടപ്പെട്ടിരിക്കില്ല. മോളെന്നെ അച്ഛാന്ന് വിളിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമവും മാറി. ഇപ്പോൾ ഞാൻ നല്ല സന്തോഷത്തിലാണുള്ളത്. മോളെന്നെ അച്ഛാന്ന് വിളിച്ച ആ നിമിഷം എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ മാറിയിട്ടാണ് ഉള്ളത്. ഇനി ഞാൻ കരയില്ല. ഞാനിന്ന് അച്ഛൻ്റെ കൂടെ ഉറങ്ങാൻ പോകുന്നത്. എൻ്റെ കൂടെയാണ് ഉറങ്ങാൻ പോകുന്നത്. പക്ഷേ അമ്മ പാവമല്ലേ? അമ്മയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എൻ്റെ കൂടെ കിടക്കുമ്പോൾ അമ്മയ്ക്ക് വിഷമാവില്ലേ? അമ്മയും നമ്മുടെ കൂടെ തന്നെ ഉറങ്ങിക്കോട്ടെ. മലര് പറഞ്ഞു കേട്ടപ്പോൾ സിദ്ധുവിന് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. അമ്മ എങ്ങനെയാടാ നമ്മുടെ കൂടെ ഉറങ്ങുക? അമ്മ അമ്മയുടെ റൂമിൽ ഉറങ്ങിക്കോട്ടെ. അച്ഛാ, അതെന്തുകൊണ്ടാ അമ്മ നമ്മുടെ കൂടെ ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്? അത് മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. എനിക്ക് മനസ്സിലാവും, പറ. അപ്പോഴേക്കും ചന്ദ്രിക പാലുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. മലർ, നീ എന്തിനിങ്ങനെ സിദ്ധു സാറിനെ ഓരോ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എന്നാ ഈ പാല് കുടിക്കേ. ഒരു ഗ്ലാസ് പാല് സിദ്ധുവിനും ചന്ദ്രയെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനത് വാങ്ങി അവിടെ വെക്കുകയാണ്. അപ്പോൾ മലർ പറയുന്നുണ്ട്, അമ്മ ഇന്ന് ഞങ്ങളുടെ കൂടെ അമ്മയും ഉറങ്ങമ്മ. എന്ത്, നിങ്ങളുടെ കൂടെ ഉറങ്ങാനോ? ഇല്ലടാ, അമ്മയുടെ റൂമിൽ ഉറങ്ങിക്കോളാം. ഇല്ല, എനിക്കിന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഉറങ്ങണം. മലര് വാശി പിടിക്കുകയാണ്. അത് കേട്ട് സങ്കടത്തോടെ സിദ്ധാർത്ഥും ചന്ദ്രികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ കഥ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു എത്തും പിടിയുമില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്.